രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ ചെങ്കൽ സുധാകരൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരം. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ അരവിന്ദ് വിദ്യാമന്ദിരം, പള്ളിക്കത്തോട്, കോട്ടയം. അമൃത വിദ്യാലയം, ചെറുതുരുത്തി, തൃശൂർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ടീം എയുടെ ചോദ്യം ഇതാണ്: പണ്ട് കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പർവ്വതങ്ങളുടെ ആ ചിറകുകൾ അരിയപ്പെട്ടു. ആരാണ് പർവ്വതങ്ങളുടെ ചിറക് അരിഞ്ഞത്? എ മഹാവിഷ്ണു, ബി മാതലി, സി ദേവേന്ദ്രൻ, ഡി മാർക്കണ്ഡേയൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ദേവേന്ദ്രൻ. ഓപ്ഷൻ സി ദേവേന്ദ്രൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ഓപ്ഷൻ സി ദേവേന്ദ്രൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. കടലിനു മുകളിലൂടെ ലങ്കയിലേക്ക് പറന്ന ഹനുമാനെ വിഴുങ്ങാൻ വാ പിളർന്നെത്തിയത് ആരാണ്? എ സുമംഗല, ബി സുരസ, സി സുദതി, ഡി സുലോചന. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സുരസ. ഓപ്ഷൻ ബി സുരസ. ഓക്കെ, ലോക്ക് ചെയ്തു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. മാർഗവിഘ്നത്തിന്റെ ആ ഒരു അതിൽ ആദ്യത്തെ ഒരു 4-5 വരിയിൽ പറയുന്നുണ്ട് അല്ലേ? പതകപതിരിവ പവന സുതനഥ വിഹായ സഭാനുബിംബാഭയാ പൂകും ദശാന്തരേ അമരസമുദയമനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തദാ സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. സുരസ ആരാണ്? നാഗമാതാവാണ്. നാഗജനനി. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. അശോകവനികയിൽ എത്തിയ രാവണൻ 2 മാസം കഴിഞ്ഞാലും സീതയുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ സീതയെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? എ ബലമായി വധുവാക്കുമെന്ന്, ബി കടലിൽ വലിച്ചെറിയുമെന്ന്, സി പ്രാതലിന് വെട്ടിനുറുക്കുമെന്ന്, ഡി രാമന് തിരിച്ചേൽപ്പിക്കുമെന്ന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോളൂ. ഓപ്ഷൻ സി പ്രാതലിന് വെട്ടിനുറുക്കുമെന്ന്. ഓപ്ഷൻ സി പ്രാതലിനെ വെട്ടിനുറുക്കുമെന്ന് ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. ഓപ്ഷൻ സി പ്രാതലിനെ വെട്ടിനുറുക്കുമെന്ന്. ഉറപ്പാ? അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം. ശരിയാണോ അവര് പറഞ്ഞത്? ആണ്. ഓക്കെ, അപ്പൊ എന്നാ ടീം എ പറഞ്ഞത് ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. വിഭീഷണന്റെ മകളുടെ പേരെന്ത്? എ വനിത, ബി അനല, സി കേതുമാലി, ഡി ത്രിജട. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി അനല. ബി അനല ഞാൻ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം: അശോകവനിയിൽ വെച്ച് സീത ഹനുമാനെ ഏൽപ്പിക്കുന്ന അടയാള വസ്തു എന്താണ്? എ ചൂടാമണി, ബി തോൾവള, സി പാദസരം, ഡി കർണാഭരണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ചൂടാമണി. എ ചൂടാമണി ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ശരിയാണോ? ശരിയാണ്. എ പറഞ്ഞ ഉത്തരം ശരിയാണ്. കുറച്ച് എളുപ്പമായില്ല ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം ടീം ബിയോടാണ്. രാവണന്റെ പിതാവിന്റെ പേര്? എ പുലസ്ത്യൻ, ബി ജംബുമാലി, സി വിശ്രവസ്, ഡി പ്രഹസ്തൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
സി വിശ്രവസ്. സി വിശ്രവസ് ലോക്ക് ചെയ്തു. ഇനിയിപ്പൊ എന്ത് ലോക്ക് ചെയ്യാൻ, എന്ത് നോക്കാനാ? എന്നാ പോട്ടെ, ഞാൻ ഈ ചോദ്യം മാറ്റി അമ്മയുടെ പേര് പറയും. അമ്മയുടെ പേര്. കൈകസി. ഓക്കെ, എന്നാ പോട്ടെ, അപ്പൂപ്പന്റെ പേര് പറയും. പുലസ്ത്യൻ. പുലസ്ത്യൻ. അപ്പൂപ്പന്റെ അപ്പന്റെ? എന്നാ ശരി പോട്ടെ, അമ്മയുടെ അച്ഛന്റെ പേര് പറയും. സുമാലി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഇന്ന് 2 ടീമിനും ഫുൾ മാർക്കാണ്. ടീം എക്ക് 6 മാർക്ക്, ടീം ബിക്ക് 6 മാർക്ക്. ഇന്നലെ ടീം എക്ക് 5 മാർക്ക്, ടീം ബിക്ക് 5 മാർക്ക്. നിങ്ങളെന്താ ഇരട്ട വെട്ട മക്കളോ മാർക്കിന്റെ കാര്യത്തില്? ടീം എക്ക് ആകെ 11 മാർക്ക് ഇന്നലെയും ഇന്നുമായി. ടീം ബിക്കും 11 മാർക്ക്. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ സുന്ദര കാവ്യങ്ങൾ പാടിയ കുട്ടികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ അരവിന്ദ വിദ്യാമന്ദിരം, പള്ളിക്കത്തോട്, കോട്ടയം. ടീം ബി അമൃത വിദ്യാലയം, ചെറുതുരുത്തി, തൃശൂർ. അവ തുടങ്ങല്ലേ? ആലപിച്ചോളൂ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ഇതിസഭയമടിമലരിൽ വീണു കേണിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമന്നേരം സവിതൃകുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയം അന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ വരികളാണിവ. ഹനുമാൻ താൻ ലങ്കാദഹനം കഴിച്ച് തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ സീതാദേവി പറയുന്ന വാക്കുകളാണിവ. ഹനുമാൻ ചോദിക്കുന്നു, ശ്രീരാമൻ ഇങ്ങോട്ട് ഒരു അടയാളവാക്യം തന്നയച്ചു, സീതാദേവി അങ്ങോട്ട് ഞാൻ ഭവതിയെ കണ്ടു എന്നുള്ളതിന് തെളിവായി ഒരു അടയാളവാക്യം അയക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ചൂടാരത്നം കൊടുത്തിട്ട് പറയുന്ന അടയാളവാക്യമാണിത്. ചിത്രകൂടാചലത്തിങ്കൽ വസിക്കുന്ന കാലത്ത് ഇന്ദ്രന്റെ മകനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് താൻ പലല കഷ്ണങ്ങൾ ഉണക്കാനിട്ടിരുന്നപ്പോൾ തൻ്റെ ചുണ്ടുകളെ ഉപദ്രവിച്ചു. അപ്പോൾ ചുണ്ടുകളിൽ നിന്ന് രക്തം വരുന്നത് കണ്ട ശ്രീരാമൻ ആ ദേഷ്യത്തിൽ അടുത്തു കടന്ന ഒരു പുൽക്കൊടിയെടുത്ത് മന്ത്രം ആപാദിച്ച് അയക്കുകയുണ്ടായി. സകല ദേവന്മാരുടെ അടുത്തും ജയന്തൻ ചെന്നു നോക്കി. ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നിട്ടും ആർക്കും ഈ സായകത്തെ തടുക്കാനായില്ല. അപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറൊരു രക്ഷയില്ല, അങ്ങ് തന്നെയാണ് എൻ്റെ രക്ഷ. അപ്പോൾ ശ്രീരാമൻ പറയുന്ന വാക്കുകളാണിവ. എൻ്റെ സായകം ഒരിക്കലും നിഷ്ഫലമാകുകയില്ല. അതിൽ നിൻ്റെ ഒരു കണ്ണ് ഈ സായകത്താൽ നഷ്ടപ്പെടും. അതിനാൽ നീ നിർഭയനായി പോയിക്കൊള്ളുക. നിൻ്റെ ഒരു കണ്ണ് ഇതിനാൽ പോകുമെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. തൻ്റെ ഭാര്യയെ അന്യൻ ഉപദ്രവിച്ചത് കണ്ട് ക്രോധദീപ്തനായ ഒരു പുരുഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്തിരിക്കുന്നത്. ആ നിർത്തുന്ന ഒരു സുഖം ഇങ്ങോട്ട് വന്നില്ല. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുധാകർ സാർ, അതിൻ്റെ അർത്ഥം കണ്ടറിയാനും പറയാനും സാധിച്ചു എന്നുള്ളൊരു സന്തോഷമായ കാര്യമാണ്. ധനുസ് വിട്ടുപോകുന്ന അമ്പ് അത് ലക്ഷ്യത്തിൽ തറയ്ക്ക തന്നെ വേണം. പറയുന്ന വാക്ക് അർത്ഥപുഷ്ടമാവുകയും വേണം. ഇത് രണ്ടും ഒരുപോലെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് രാമസായകം നിഷ്ഫലമാവുകയില്ല എന്ന് പറയുന്നതിനെ രാമൻ്റെ അമ്പയക്കൽ എന്ന് മാത്രമല്ല അർത്ഥം, ആരുടെയും പ്രവൃത്തി ഫലവത്തായിരിക്കും. ഫലം ചിലപ്പോൾ ദോഷമോ ചിലപ്പോൾ നന്മയുള്ളതോ ആയിരിക്കാം. ഫലവത്തായേ കർമ്മങ്ങളുള്ളൂ എന്നൊരു സ്ഥാപന കൂടി ഇവിടെയുണ്ട്. ഒരുവൻ ചെയ്യുന്ന പാപകർമ്മത്തിൻ ഫലം അവൻ അപ്പോൾ തന്നെ അനുഭവിക്കും എന്നുള്ളൊരു സിദ്ധാന്തം കൂടി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സുന്ദരകാന്ഡം ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ഒരു പതർച്ച വരും. എങ്ങനെ തുടങ്ങുന്നത്? അത്ര കടുകട്ടിയാണ് ഇതിൻ്റെ താളവും വാക്കിൻ്റെ ഘടനയും ഒക്കെ. നമുക്ക് എവിടെയെങ്കിലും ഉടക്കിപ്പോകുന്ന പേടിയുണ്ട്. തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അങ്ങനെ ഒരു പേടി ആദ്യം ഉണ്ടായി. നാച്ചുറലാണ്, നമുക്കൊക്കെ തന്നെ എപ്പോഴും വരും. സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയമന്തരമില്ല നീ
പൊയ്ക്കൊള്ളുക നിർഭയം. നന്നായി. രണ്ടും ഒരു എന്താണ് ഒരു തിരക്കേടില്ലാതെ ശബ്ദം പോയതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, കൃത്യമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ്. അത് ചൊല്ലി മോള്. ഓൾ ദി ബെസ്റ്റ്. മാർക്സ് എത്രയാണെന്ന് അറിയണ്ടേ? ശ്രീകുമാർ സർ 6 out of 10. സുധാകർ സർ 7 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ ആരാണോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രശ്നം ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ ബാക്കി പലരെയും മീഡിയേറ്റർ ആക്കുന്നതിനേക്കാൾ എളുപ്പം അതാണ്. ഇപ്പോൾ ഇവിടെ തിരിച്ച് രാമൻ്റെ അടുത്ത് തന്നെ വന്നു. അതാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പമാർഗം. ഞാൻ നന്നായിട്ട് ഇയാൾ ചൊല്ലി 7 മാർക്ക് തരുന്നു. ടീം എ നേടിയിരിക്കുന്നത് 20 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ശുഭചരിതനതിബലമുടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദ്യൈരപി സാഗരം കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം മറിവൊട്ടൊരു നിശിരഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാദൃഢം. ആശയം പറഞ്ഞോളൂ. അധ്യാത്മ രാമായണത്തിലെ 5ാമത്തെ കാണ്ഡമായ സുന്ദരകാണ്ഡത്തിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം. ശ്രീരാമദൂതനായ ഹനുമാൻ സമുദ്രം തരണം ചെയ്ത് ലങ്കയിലെത്തി സീതയെ കാണുന്ന കഥാഭാഗമാണ് സുന്ദരകാണ്ഡത്തിൽ വർണ്ണിക്കുന്നത്. ലങ്കയിലെത്തിയ ഹനുമാൻ സീതാദർശനത്തിനു ശേഷം ലങ്കാദഹനം കഴിഞ്ഞ് തിരിച്ച് സമുദ്രം ചാടാൻ തയ്യാറായ സന്ദർഭത്തിൽ വീണ്ടും സീതയെ ചെന്നുകണ്ട് പോകാൻ അനുവാദം ചോദിക്കുന്നു. ആ സമയത്ത് തൻ്റെ തോളിൽ കയറിയിരുന്നാൽ ഇപ്പോൾ തന്നെ തിരിച്ച് സമുദ്രം ചാടി രാമന്റെ മുമ്പിൽ എത്തിക്കാമെന്ന് ഹനുമാൻ സീതയോട് പറയുന്നു. ഇതു കേട്ട സീത ഹനുമാനോട് പറയുന്നതാണ് ഈ ഭാഗം. യശസ്വിയായ രാമൻ തൻ്റെ വാനര സൈന്യത്തോടു കൂടി തൻ്റെ ദിവ്യശക്തി കൊണ്ട് സമുദ്രത്തെ വറ്റിച്ചോ സേതുബന്ധിച്ചോ സമുദ്രം കടന്ന് ലങ്കയിലെത്തണം. അതിനുശേഷം രാവണനുമായി നേരിട്ട് യുദ്ധം ചെയ്ത് രാവണനെ നിഗ്രഹിച്ച് എന്നെ തിരിച്ചുകൊണ്ടു പോകണം. അല്ലാതെ രാത്രി മറവിൽ രഹസ്യമായി ഹനുമാന്റെ തോളിൽ കയറി തിരിച്ചുപോയാൽ അത് രാമന്റെ യശസ്വിന് കളങ്കമുണ്ടാക്കും. സീതയുടെ പലവിധ സ്വഭാവവിശേഷങ്ങളും ഇവിടെ വ്യക്തമാക്കുന്നു. എല്ലാം അനുകരണീയങ്ങളും എല്ലാ കാലത്തും എല്ലാവർക്കും പാഠങ്ങളുമാണ്. ആത്മാഭിമാനം, ഭർത്താവിൻ്റെ കഴിവിലുള്ള വിശ്വാസവും അഭിമാനവും, ആത്മധൈര്യം, സഹനശക്തി, സ്വകുലമഹിമ കളങ്കരഹിതമായി നിലനിർത്തുന്നതിനുള്ള പ്രയത്നം തുടങ്ങിയവയെല്ലാം ഇവിടെ വ്യക്തമാക്കുന്നു. ഇതെല്ലാം രാമായണത്തിൻ്റെ എല്ലാ കാലത്തും പ്രാവർത്തികമാക്കേണ്ട നല്ല ജീവിത ഉദാത്തമായ പാഠങ്ങളാണ്. സുധാകർ സർ വളരെ നന്നായി, ഏറ്റവും ഭംഗിയായി ഈ സന്ദർഭത്തെ ആസ്പദമാക്കി വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പതിവ്രതയായ സീതയുടെ പാതിവ്രത്യത്തിൻ്റെ ലക്ഷണം ഈ പേടിച്ചാരോ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതായാൽ ഭർത്താവിന് ആ ഉയർച്ച ഉണ്ടാവില്ലല്ലോ, അഭിമാനം വളരുകയില്ലല്ലോ എന്ന ചിന്ത കൊണ്ടാണ് ഒരു നിമിഷം മുമ്പ് തന്നെ രാമൻ്റെ സവിധത്തിലെത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഇനിയും ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് ശത്രുവിനെ ജയിച്ച് കീർത്തിമാനായി ഭർത്താവ് വരണം. ഇതാണ് സഹധർമ്മിണിയുടെ ആഗ്രഹം. മാർക്ക് 10ൽ 8 മാർക്ക്. സുധാകർ സർ 10ൽ 8 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ ഇയാൾ ആ ലാസ്റ്റ് പറഞ്ഞ സീതയുടെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ അത് സൂപ്പറായിട്ടുണ്ട്. 8 മാർക്ക്. ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 39 മാർക്ക്. ഇന്നലെയും ഇന്നുമായി ബി നേടിയിരിക്കുന്നത് 47 മാർക്കാണ്. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥം അവിളംബിതം വരും. ഉഗ്രനാമഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനിക്ഷണാൽ.
ജ്യേഷ്ഠ, ഇതെന്തൊരിപ്പാണ്? അങ്ങ് സ്വന്തം പൗരുഷത്തെ അടിയറവ് വയ്ക്കുകയാണ്. വ്യസനം അങ്ങയുടെ ഏകാഗ്രതയെ ജയിക്കാൻ ഒരുങ്ങുകയാണ്. മനസ്സിന്റെ ഈ മങ്ങൽ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യാൻ അങ്ങ് ഒരുങ്ങണമെന്നാണ് എൻ്റെ അപേക്ഷ. കുമാര, നിന്റെ വാക്കുകൾ ഹിതകരമായതാണ്, അത് പ്രിയങ്കരവുമാണ്. ഇവിടെ ഇതാ വർഷക്കാലം ശരത്കാലത്തിന് വഴിയൊരുക്കുന്നു. 4 മാസത്തെ മഴക്കാല വിശ്രമത്തിനു ശേഷം നമുക്ക് പുറപ്പെടാനുള്ള കാലവും സമാഗതമായിരിക്കുന്നു. പക്ഷേ ഇനിയും സുഗ്രീവന്റെ വരവുണ്ടായിട്ടില്ല. സീതാന്വേഷണത്തിന് സമയം പറഞ്ഞ് സത്യം ചെയ്തവനാണ് ആ വാനരേശ്വരൻ. എന്നാൽ കാര്യസാധ്യം കൊണ്ട് സന്തുഷ്ടനായ അയാൾ പ്രതിജ്ഞയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ജ്യേഷ്ഠ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൽപ്പിച്ചരുളിയാലും. ഉണ്ണി, ഇപ്പോൾ തന്നെ നീ കിഷ്കിന്ധയിലേക്ക് പോകണം. എന്നിട്ട് സുഗ്രീവനോട് ഞാൻ പറഞ്ഞതായി ഇങ്ങനെ പറയണം: യാചിക്കുക, സ്വകാര്യസിദ്ധിക്കു വേണ്ടി സത്യം ചെയ്യുക, കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ നിശബ്ദനായി വാഴുക. അങ്ങനെയുള്ളവൻ പുരുഷാതമനാണ്. ഉപകാരം ചെയ്ത സുഹൃത്തിന് പ്രത്യുപകാരം ചെയ്യാത്തവൻ മരിച്ചാൽ അവന്റെ മാംസം ദുഷ്ടമൃഗങ്ങൾ പോലും ഭക്ഷിക്കുകയില്ല. അതോടൊപ്പം ബാലി പോയ വഴി പിന്തുടരാൻ നിനക്കിട വരാതിരിക്കട്ടെ എന്നുകൂടി പറയണം. അതേ ജ്യേഷ്ഠ, ബുദ്ധി മന്ദിച്ച് കാമത്തിലും പാനത്തിലും മുഴുകി അവിടുത്തെ പ്രസാദാനുഗ്രഹങ്ങളെ മറന്നാൽ അവനെ യമാലയത്തിലേക്കുള്ള വഴി കാണിക്കുവാൻ എനിക്ക് കഴിയും. ഞാനിതാ കിഷ്കിന്ധയിലേക്ക് പുറപ്പെടുന്നു. ഉണ്ണി ലക്ഷ്മണ, ഘോരകർമ്മങ്ങൾ ചെയ്ത് പാപം നേടരുത്. തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത്. പരുഷവാക്കുകൾ വെടിഞ്ഞ് സാമവാക്യങ്ങൾ ഉപയോഗിച്ച് സുഗ്രീവനെ കർമ്മോന്മുഖനാക്കണം. പോയി വരൂ. പ്രഭു, പ്രഭു, ലക്ഷ്മണകുമാരൻ കൊട്ടാര വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അദ്ദേഹം വല്ലാതെ കോപിച്ചിരിക്കുന്നു. എന്താവും അദ്ദേഹത്തിന്റെ കോപത്തിനു കാരണം? അദ്ദേഹം കോപിഷ്ഠനാണെന്ന അറിവ് തന്നെ നമ്മെ അത്യധികം ഭയപ്പെടുത്തുന്നു. ഇളയച്ച, അങ്ങ് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് വാഗ്ദാനം ചെയ്ത പ്രത്യുപകാരം ചെയ്താലും അതിനു മുൻപായി ലക്ഷ്മണകുമാരനെ തൊഴുതു വണങ്ങി പ്രസാദിപ്പിച്ചാലും താരെ, ലക്ഷ്മണകുമാരൻ കോപിച്ചു നിൽക്കുന്നു. ഈ സമയത്ത് ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകുന്നില്ല. പകരം നീ പോണം. ലക്ഷ്മണകുമാരനെ നീ തന്നെ ചെന്ന് സ്വീകരിച്ച് അനയിക്കണം. മഹാപുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളോട് കയർക്കുകയില്ല. നല്ല വാക്കുകൾ പറഞ്ഞ് നീ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കൂ. ചെല്ലു. ലക്ഷ്മണകുമാരന് നമസ്കാരം. എവിടെ കിഷ്കിന്ധാധിപൻ? സൂര്യവംശ തിലകമേ, ശ്രീരാമപ്രഭുവിന്റെ കണ്ണും മനസ്സുമായ കുമാര, എന്തേ ഇത്ര കോപം? താരെ, സുഗ്രീവന്റെ ദോഷങ്ങൾ നീ അറിയുന്നില്ലേ? അയാൾ പ്രത്യുപകാരം മറന്നു, മിത്രനാശത്തിന് കളമൊരുക്കി. ആ വീഴ്ചകൾക്കുള്ള പരിഹാരം അറിവുള്ളവളായി നീ തന്നെ പറയൂ. പ്രഭു, കിഷ്കിന്ധാധിപന്റെ ദോഷം ബോധ്യമുണ്ട്. ശത്രുഞ്ജയനായ അവിടുന്ന് സുഗ്രീവന്റെ ആ ദോഷങ്ങൾ പൊറുത്തരുളണമേ. നേരിൽ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയെങ്കിലും അദ്ദേഹം സീതാന്വേഷണത്തിന് ആരംഭം കുറിച്ചിട്ടുണ്ട് പ്രഭു.
കപികുലത്തോട് സജ്ജരാകാൻ കൽപ്പന നൽകിയിട്ടുണ്ട്. നാനാദിക്കിൽ നിന്നും വാനരവീരന്മാർ സന്നദ്ധരായി വന്നു തുടങ്ങിയിട്ടുണ്ട് കുമാര. വരൂ, സുഗ്രീവ മഹാരാജാവ് അകത്തുണ്ട്. നമുക്കകത്തു പോയി സംസാരിക്കാം. അമൃത വിദ്യാലയം ചെറുതുരുത്തി അല്ലേ? നന്നായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. നമുക്ക് പരിചയപ്പെടണ്ടേ? പേര് പറയും. ഞാൻ അനുഗ്രഹ. ഞാൻ ചെയ്ത ക്യാരക്ടർ സുഗ്രീവൻ്റെയാണ്. എൻ്റെ പേര് അമൃതലക്ഷ്മി. ഞാൻ ചെയ്തത് രാമൻ്റെ വേഷം. എൻ്റെ പേര് ചന്ദന. ഞാൻ ചെയ്തത് ലക്ഷ്മണന്റെ വേഷം. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ചെയ്തത് അങ്കദൻ്റെ വേഷം. എൻ്റെ പേര് ആർദ്ര. ഞാൻ ചെയ്തത് താരയുടെ വേഷമാണ്. എൻ്റെ പേര് സ്നേഹ. ഞാൻ രൂമയായിട്ടാണ് രൂമയായിട്ടാണ് വേഷം ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സുധാകർ സർ. നാടകം നാട്യപ്രധാനമാണ്. നാട്യപ്രധാനം എന്ന് പറയുമ്പോൾ ഉള്ളിലെ ഭാവങ്ങളെ ആ കഥാപാത്രത്തിന് സംയോജിതമാം വിധത്തിൽ പ്രകടിപ്പിക്കുക. നിങ്ങൾ തന്നെ വിലയിരുത്തി കാണും. മിക്കവാറും അതിനുള്ള ഒരു പ്രകടനം മുഖത്ത് കാണുന്നില്ല, ലക്ഷ്മണൻ ഒഴികെ. താര ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്താൻ വന്നയാളാണ്. പക്ഷേ താരയ്ക്ക് സാന്ത്വനം ചെയ്യുന്നതിന് പകരം ആദ്യന്തം ഒരു വിഷമിത ഭാവം മാത്രം നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ എത്തുമ്പോൾ ഏതായാലും നിങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്, പ്രശംസനീയവുമാണ്. നന്നായിരുന്നു. പ്രത്യേകിച്ച് ലക്ഷ്മണൻ്റെ റോള് ഗംഭീരമായിരുന്നു. പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുരുഷന്മാർ മുമ്പിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്ത്രീകൾ മുമ്പിലേക്ക് പോവാം. മാതൃത്വത്തിൻ്റെ ശാലീനതയും ശാന്തതയും ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലങ്ങൾ കുറേയധികം സിമ്പിളാക്കാൻ സാധിക്കും. അതൊരു സന്ദേശം ഇതിൽ നിന്ന് എടുക്കാം. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. വളരെ നന്നായിട്ട്. എനിക്ക് ആദ്യത്തെ രംഗം അതിൽ രാമൻ്റെ ആ ഒരു വ്യഥയും ഒക്കെ അതിനുപയോഗിച്ച് നിങ്ങൾ ഉപയോഗിച്ച ആ സംഗീതം, ആ ബാൻസുരി വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അതിനുശേഷമുള്ള ആൾക്കാരുടെ മറ്റുള്ള കഥാപാത്രങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷനെ കുറിച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നാണ് തോന്നുന്നത്. താങ്ക് യു സർ. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ, എത്ര മാർക്സാണ് കൊടുക്കുന്നത്? 15 മാർക്കാണ് 20-ൽ. സുധാകർ സർ. 20-ൽ 14 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ. 20-ൽ 14 മാർക്ക്. 43 മാർക്കാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ എലിമിനേഷൻ റൗണ്ടാണ്. ആര് അകത്തേക്ക് വരുമെന്നും ആര് പുറത്തേക്ക് പോകുമെന്നും അറിയാൻ നാളെ വരേക്കും കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരേക്കും നമസ്കാരം.